ആ നിമിഷം ഞാൻ ശരിക്കും മരിക്കുകയാണെന്ന് തോന്നി. നെഞ്ചിടിപ്പ് കൂടി, ശ്വാസം കിട്ടാതെയായി. കൈകളും കാലുകളും വിറച്ചു, കുഴഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പൊതുവെ പാനിക് അറ്റാക്ക് അനുഭവമുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ശരീരത്തിൽ അപകടങ്ങൾ ഒന്നുമില്ലെങ്കിലും തലച്ചോർ തെറ്റായ അപകടമുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് പാനിക് അറ്റാക്ക്. ഞാൻ ഡോക്ടർ മുർഷിദ, ഹോമിയോ ഹോം സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇരുമ്പുഴി, മലപ്പുറം. ഇന്ന് നമുക്ക് വിശദമായി എന്താണ് പാനിക് അറ്റാക്ക്, ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഡോക്ടർ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന ഉറച്ച ഭയം, നെഞ്ചിടിപ്പ് കൂടുക, തല കറങ്ങുക, കൈകാലുകൾ മരവിപ്പ് തോന്നുക, ഇങ്ങനെയെല്ലാം വന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ കാഷ്വാലിറ്റിയിലോ വരും. എന്നിട്ട് ECG, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് നോർമലുമായിരിക്കും. അപ്പോൾ പേഷ്യന്റ് ചോദിക്കും, അപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കും. ഇതിന്റെ ഉത്തരമാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് എന്നുള്ളത് ശരിക്കും ഒരു തോന്നലല്ല, അത് ശരീരത്തിന്റെയും തലച്ചോറിന്റെയും യഥാർത്ഥമായ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ആണ്. പെട്ടെന്ന് ആരംഭിക്കുന്ന അതിശക്തമായ ഭയത്തിന്റെയോ ദുരന്ത ബോധത്തിന്റെയോ ഒരു എപ്പിസോഡാണ്. സാധാരണയായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതിന്റെ തീവ്രത ഏറ്റവും ഉയരത്തിലെത്തും. ആ സമയത്ത് പലർക്കും തോന്നുന്നത്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ഞാനിപ്പോൾ കൊളാപ്സ് ചെയ്യും, ഞാനിപ്പോൾ വീഴും, ഇതെന്റെ മരണ നിമിഷമാണ്, ഞാൻ മരിക്കുകയാണ്, എനിക്ക് സ്ട്രോക്ക് വരുന്നു. ഇതൊന്നും രോഗി വെറുതെ ചിന്തിക്കുന്നതല്ല. ആ നിമിഷത്തിൽ അത് ശരിക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അനുഭവമാണ്. ഇനി ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്ന പോർഷൻ ശരിക്കും ഒരു ത്രെറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ത്രെറ്റ്, അപകടം വരികയാണെങ്കിൽ ശരീരത്തിന്, തലച്ചോറിന് ആ ഒരു സിഗ്നൽ പാസ് ചെയ്ത് അവിടെ അലാരം മുഴക്കി, ഞാനിപ്പോൾ ഒരു അപകടത്തിലാണ്, അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തൂ എന്ന് പറയുന്ന പോർഷനാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലിൻ റിലീസ് ചെയ്യുകയും നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുക, ബ്ലഡ് പ്രഷർ കൂടുക, അതുപോലെ മസിൽസിലേക്ക് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നീ മാറ്റങ്ങൾ, അതുപോലെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവുക, ഈ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ശരിക്കും ബോഡിയുടെ ഒരു സർവൈവൽ മെക്കാനിസം ആണ്. അതായത് ശരിക്കും ഒരു അപകടത്തെ തരണം ചെയ്യാൻ വേണ്ടി ബോഡിയുടെ സർവൈവൽ മെക്കാനിസം ആണ്. ഇതിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പാനിക് അറ്റാക്കിൽ സംഭവിക്കുന്നത്, ഇവിടെ ഒരു യഥാർത്ഥ അപകടമില്ല. യഥാർത്ഥ അപകടങ്ങൾ ഇല്ലാതെ തന്നെ അമിഗ്ഡാല എന്ന് പറയുന്ന തലച്ചോറിന്റെ ഭാഗം ഫാൾസ് അലാറം മുഴക്കുന്നു. അതായത് ഞാനിപ്പോൾ എന്തോ വലിയ ഒരു അപകടത്തിലാണെന്ന് ശരീരത്തിനെ തെറ്റായി അറിയിക്കുന്നു. ഈ സമയത്തും ഇതുപോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, തല കറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യുന്നു, കൈകാലുകൾ വിറക്കുന്നു, ഈ അവസ്ഥകളിലേക്കെല്ലാം പോകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അപകടമില്ലാതെ തന്നെ അലാം ഓണായി, അല്ലെങ്കിൽ എന്തോ ഒരു ത്രെറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണ്. പാനിക് അറ്റാക്കിൽ അമിഗ്ഡാല എന്ന് പറയുന്ന പോർഷൻ തെറ്റായി അലാം മുഴക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, യുക്തിപരമായി ചിന്തിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഇവിടെ താൽക്കാലികമായി ഇതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതായത് ഈ അമിഗ്ഡാല ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് മറ്റൊരാൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഒരു അപകടത്തിലല്ല എന്ന് പറഞ്ഞാൽ പോലും പാനിക് അറ്റാക്കിലൂടെ പോകുന്ന ആ വ്യക്തിക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്. ഞാൻ മരിക്കുകയാണ് എന്നുള്ള ഭയം എന്തുകൊണ്ടാണ് ശക്തമായി അനുഭവപ്പെടുന്നത്? കാരണം ശരീരത്തിൽ അപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ വളരെ ശക്തമാണ്. ഹാർട്ട് വളരെ വേഗത്തിൽ മിടിക്കുന്നു, നെഞ്ചിൽ ഒരു മുറുക്കം അനുഭവപ്പെടുന്നു, ശ്വാസം വേഗത്തിലാകുന്നു. ഈ ലക്ഷണങ്ങളെയൊക്കെ ബ്രെയിൻ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ രോഗിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കുകയാണ് എന്ന് ഭയപ്പെടുന്നു. ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് പാനിക് അറ്റാക്ക് ഉള്ള മിക്കവാറും പേഷ്യൻസും ആദ്യം കാർഡിയോളജി OPയിലാണ് പോകുന്നത്. ECG എടുക്കുന്നു, അത് നോർമൽ ആണെന്ന് മനസ്സിലാക്കുന്നു. പാനിക് അറ്റാക്ക് ഉള്ള സമയത്ത് തല കറങ്ങുന്നതും കൈകാലുകൾ മരവിക്കുന്നതും എന്തുകൊണ്ടാണ്? പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് ഹൈപ്പർ വെന്റിലേഷൻ, അതായത് പെട്ടെന്ന് ശ്വാസം എടുത്ത് ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്നു. ഇതിനെ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വിളിക്കുന്നു. ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. ആ സമയത്ത് തലകറക്കം, കൈകാലുകളിൽ ഒരു മരവിപ്പ്, ചുണ്ടിന് ചുറ്റും മരവിപ്പ്, കൈകളും കാലുകളും കുഴഞ്ഞു പോകുന്ന ഒരു തോന്നൽ വരുന്നത്, അതുപോലെ ശരീരഭാരം കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നു. പാനിക് അറ്റാക്ക് ആരിലാണ് കൂടുതലും കണ്ടുവരുന്നത്? ആർക്കാണ് ഇതിന്റെ സാധ്യത കൂടുതലുള്ളത്? ഒരു വലിയൊരു ഇമോഷണൽ ട്രോമയ്ക്ക് ശേഷം പാനിക് അറ്റാക്ക് വരുന്നവരുണ്ട്. അതുപോലെ ക്രോണിക് ആയിട്ട് ഒരുപാട് കാലം പിരിമുറുക്കങ്ങളിലൂടെ ജീവിച്ചവർ, ക്രോണിക് സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക്, ഉറക്കം ശരിയായി ലഭിക്കാത്തവർക്ക്, അതുപോലെ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക്, ഫാമിലിയിൽ ഇതിന്റെ ഹിസ്റ്ററി ഉള്ളവർക്ക്, അതുപോലെ കൂടുതലായിട്ട് കഫീൻ യൂസ് ചെയ്യുന്നവർക്ക് കണ്ടുവരുന്നുണ്ട്. ചില മെഡിക്കൽ കണ്ടീഷൻസിലും പാനിക് അറ്റാക്ക് കണ്ടുവരുന്നുണ്ട്. പാനിക് അറ്റാക്ക് അപകടകരമാണോ? പാനിക് അറ്റാക്ക് ശരീരത്തിൽ പത്തോളജിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അത് അതീവ ഭയാനകമായ ഒരു അനുഭവമാണ്.
പാനിക് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും? ആദ്യം സ്വയം ഓർമ്മിപ്പിക്കുക, ഇത് പാനിക് അറ്റാക്ക് ആണ്, ഇത് കടന്നു പോകും. ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക. പതുക്കെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതിലും പതുക്കെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ബ്രീത്തിങ് സ്ലോ ആകുമ്പോൾ ശരീരത്തിന്റെ സ്ട്രെസ് റെസ്പോൺസ് ക്രമേണ കുറയാൻ തുടങ്ങും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അപകടത്തിലല്ല അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിലല്ല എന്നുള്ളത് ശരീരം തിരിച്ചറിയാൻ തുടങ്ങും. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പതുക്കെ മൂക്കിലൂടെ 4-5 സെക്കൻഡ്സ് ഇൻഹെയിൽ ചെയ്യുക. അതൊരു 4-5 സെക്കൻഡ്സ് ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 4-5 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആ ഒരു ശ്വാസം പുറത്തേക്ക് എക്സ്ഹെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രൗണ്ടിങ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ സ്ട്രെസ്സിലല്ല, നമ്മൾ ഓക്കെ ആണ് എന്നുള്ളത് ബോഡിയെ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രൗണ്ടിങ് ടെക്നിക് യൂസ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ 5, 4, 3, 2, 1 എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. 5 തിങ്സ് വി ക്യാൻ സീ. നമുക്ക് കാണാൻ പറ്റുന്ന 5 സാധനങ്ങൾ നമ്മൾ നെയിം ചെയ്യുക. എനിക്കിപ്പോ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ 5 കാര്യങ്ങൾ നെയിം ചെയ്യുക. തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ. എനിക്ക് ടേബിൾ തൊടാൻ കഴിയുന്നുണ്ട്, എന്റെ ഡ്രസ്സ് അത് സ്മൂത്ത് ആണ്, അതുപോലെ ഈ ലാപ്ടോപ്പ് തൊടാൻ പറ്റുന്നുണ്ട്, അത് ഹാർഡാണ്. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുക. അതുപോലെ 3 കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത്, പുറത്തെ ശബ്ദങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുക, എന്തെങ്കിലും കിളികളുടെ ശബ്ദം, ഫാനിന്റെ കറക്കം, അങ്ങനെ 3 ശബ്ദങ്ങൾ. അതുപോലെ 2 കാര്യങ്ങൾ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റിയത്, നമുക്ക് നമ്മുടെ ഡ്രസ്സ് സ്മെല്ല് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തുള്ള സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് ചെയ്യുക. അതുപോലെ 1 തിങ് വി ക്യാൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് വെള്ളമാണെങ്കിൽ അത്. ഇനി ഒന്നും നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഇല്ലെങ്കിൽ നമ്മുടെ വായിലെ ടേസ്റ്റ് തന്നെ ഒന്ന് അനുഭവപ്പെടാൻ നോക്കുക. ഇങ്ങനെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മളിപ്പോ ഓക്കെ ആണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുകയും നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് കുറയുകയും ഓക്കെ ആവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക, എണീറ്റ് നിൽക്കുക, നമ്മുടെ ഫീറ്റ് കാല് ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് തോന്നും നമ്മൾ ഓക്കെ ആണ്, നമ്മളിപ്പോ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലല്ല എന്നുള്ള തോന്നൽ വരികയും ആ ഒരു പാനിക് അറ്റാക്കിന്റെ എപ്പിസോഡ് മാറുകയും ചെയ്യും. നമ്മുടെ ശ്രദ്ധ ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് നമ്മുടെ ബോഡി ഇപ്പൊ നമ്മൾ ഡേഞ്ചറിലല്ല എന്ന് മനസ്സിലാക്കുകയും പതിയെ പാനിക് അറ്റാക്ക് എപ്പിസോഡിൽ നിന്ന് നമ്മൾ തിരികെ വരികയും ചെയ്യുന്നത്. എപ്പോഴാണ് ചികിത്സ തേടേണ്ടത്? ഇത് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ, ഇത് നമ്മുടെ പഠനത്തെയും ജോലിയെയും യാത്രയെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ സമീപിക്കേണ്ടതാണ്. CBT അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പാനിക് ഡിസോർഡറിന് ഏറ്റവും ഉത്തമമായ ചികിത്സയാണ്. ചില രോഗികൾക്ക് മരുന്നുകളും ആവശ്യമായി വരും. ഒരു കാര്യം ഓർക്കുക, പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തകരുന്നതിന്റെ ലക്ഷണമല്ല, നമുക്ക് ഭ്രാന്തായി പോകുന്നതിന്റെ ലക്ഷണവുമല്ല. ഇത് നമ്മളുടെ ബ്രെയിനിലെ ത്രെറ്റ് അലാരം അല്ലെങ്കിൽ ത്രെറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം തെറ്റായി പ്രവർത്തിക്കുന്നതിന്റെ ഒരു റെസ്പോൺസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശരിയായ ചികിത്സയും ലഭ്യമാണ്. അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ശരിയായ ചികിത്സ തേടുമല്ലോ. കൂടുതൽ ഇതുപോലെയുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്